ഇന്ന് മുസ്ലിങ്ങൾ ഹജ്ജിന് പോകുന്നത് പോലെ മക്കയും മദീനയും പോലെ കാത്തു സൂക്ഷിക്കണമെന്ന് ഗുരു പറഞ്ഞിരുന്ന ഈ പറയുന്ന പർണശാലയും അല്ലെങ്കിൽ ഗുരു വസിച്ചിരുന്ന സ്ഥലവും ഗുരുവിൻ്റെ ജന്മഗൃഹം അതായത് ചന്ദിരൂര് ഇത് രണ്ടും നശിപ്പിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയ നിങ്ങളുടെ ശിഷ്യപൂരിതയെന്ന് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന നമ്മൾ ശിഷ്യ പരാജിത എന്ന് വിളിക്കുന്ന അമൃതാജന്യ അതായത് ശ്രീകുട്ടിയുടെ ഇപ്പോഴത്തെ ഗുരുവായ അമൃതാജന്യ ചെയ്തിരിക്കുന്നത് എന്ന് മഹാപാതകം തന്നെയാണ്. അതൊക്കെ വിളിച്ച് പറയുക തന്നെ ചെയ്യും. ഗുരുനാപരമായ കാര്യങ്ങളാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അഹം ഗുരുവാസ്മി എന്ന് പറഞ്ഞ്, അതായത് ഞാൻ ഗുരുവാകുന്നു എന്ന് പറഞ്ഞ് ഇന്ന് ശാന്തിഗിരി ആശ്രമത്തിനകത്തിരിക്കുന്ന അമൃതാജന്യ അനുപരമ്പരയിലെ സത്യത്രാൺ എന്ന് പറഞ്ഞ ഒരു ആചാര്യനെ പറ്റി തെറ്റിതിരുത്താനായിട്ട് ഭൂമിയിൽ അവതരിച്ച അല്ലെങ്കിൽ തെറ്റിതിരുത്തിയ ബ്രഹ്മശ്രീ കരുണാകരഗുരുവിൻ്റെ ശിഷ്യയെന്ന് അവകാശപ്പെട്ട് കയറിയിരിക്കുന്ന അമൃതാജന്യ അതിനേക്കാൾ വലിയ തെറ്റാണ് ഈ ലോകത്തോടും ഈ പരമ്പരയോടും ഈ എന്താ പറയുക മാനവരാശിയോടും ലോകത്തോടും എല്ലാം ചെയ്തിരിക്കുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ചതുർവാക്യങ്ങളുടെ പേരിൽ ശ്രീകുട്ടി പുകമറ സൃഷ്ടിക്കുമ്പോൾ ഇന്ന് ശാന്തിഗിരിയുടെ ഭരണകർത്താക്കളായിട്ട് ഇരിക്കുന്ന അമൃതാജന്യ ഗുരുസ്വാമിയും വിശ്വാസം കൊത്തിന് മറ്റൊരു പുകമറ സൃഷ്ടിക്കുകയാണ്. എന്നുവെച്ചാൽ അവിടുത്തെ സത്യത്രാണിനെ പറ്റി തെറ്റിദ്ധരുത്താൻ വേണ്ടി ആശ്രമത്തിൽ വന്ന് മാസത്തിൽ ഒരു ദിവസം, അതായത് ആദ്യത്തെ ഞായറാഴ്ച കർമ്മം ചെയ്യണമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അതിലേക്ക് നമുക്കൊന്ന് പോവാം. അത് കൂടി ഒന്ന് കേൾക്കേണ്ടതല്ലേ? അപ്പോൾ അതുകൂടി ഒന്ന് നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ ശിഷ്യബോധം അറിയിച്ചത് നമ്മൾ ഈ കർമ്മം ചെയ്യുമ്പം പ്രാർത്ഥനയോടെ തുടങ്ങണം. അത് കഴിഞ്ഞിട്ട് കർമ്മം ചെയ്ത് ശേഷം ശരീരശുദ്ധി വരുത്തിയിട്ടും എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സങ്കല്പത്തിന്റെ വലിപ്പം എല്ലാവരും മനസ്സിലാക്കണം. ഇത്രയും വലിയൊരു ചതുർയുഗങ്ങൾക്ക് മുമ്പ് വന്ന ഒരു വലിയ തെറ്റ് മാറ്റുന്നതിനാണ് ഗുരു നമ്മളെ കൊണ്ട് ഈ ഒരു കർമ്മ സ്വഭാവം ചെയ്യിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യം നമ്മളുടെ അതാത് ഏരിയകളിലുള്ള എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി ഇതിലെല്ലാവരെയും ഉൾക്കൊള്ളിച്ച് ഈ ഞായറാഴ്ചത്തെ കർമ്മം എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഈ ഗ്രൂപ്പിലുള്ള VSNK മാതൃമണ്ഡലം ഗുരുമഹിമ ശാന്തിമഹിമ പ്രവർത്തകർക്കാണ്. കേട്ടില്ലേ? അതിനൊരു നോട്ടീസാണ് ഈ കൊടുത്തിരിക്കുന്നത്. കേന്ദ്രാശ്രമത്തിൽ നിന്ന് ഇറങ്ങിയ നോട്ടീസാണ്. അപ്പോൾ ആ നോട്ടീസ് ഞാൻ വായിക്കുക കൂടി ചെയ്യാം. അപ്പോൾ അടുത്തൊരാളുടെ ആലപ്പുഴ ജില്ലയിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം. റജി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. റജി പ്രജാപതി എന്ന പറ്റിയാണ് അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതും കൂടി ഒന്ന് കേൾക്കാം. അതുകൂടി കേട്ടിട്ട് ഞാൻ ആ നോട്ടീസ് ഒന്ന് വായിക്കാം. ഗുരുശരണം പ്രിയാത്മബന്ധുക്കളെ, VSNK സഹപ്രവർത്തകരെ, ഈ വരുന്ന 5-ാം തീയതി ഞായറാഴ്ച എല്ലാ ബ്രാഞ്ച് ആശ്രമങ്ങളിലും കർമ്മ പരിപാടി നടക്കുകയാണെന്ന് നമ്മൾ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ട്. ഗുരു ഈ കർമ്മത്തെക്കുറിച്ച്